നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വളരെ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു പ്രധാന വാർത്തയെക്കുറിച്ചാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇന്ന് മുതൽ എക്സിം സേവനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എക്സിം എന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നതിന്റെ ചുരുക്കപ്പേരാണ്. അതായത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും സംബന്ധിച്ച സേവനങ്ങൾ. ഇത് സാധാരണ ഒരു തുറമുഖ വാർത്ത മാത്രമല്ല. കേരളത്തിലെ വ്യാപാരത്തിനും വ്യവസായത്തിനും തൊഴിലവസരങ്ങൾക്കും ഭാവിയിൽ സാധനങ്ങളുടെ വിലയിലും സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു സുപ്രധാന വികസനമാണ്. ആദ്യം എക്സിം സേവനം എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു കമ്പനി കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് മസാല ഉൽപ്പന്നങ്ങൾ അയക്കുകയോ വിദേശത്തു നിന്ന് യന്ത്രങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിന് ആവശ്യമായ കസ്റ്റംസ് നടപടികൾ, കണ്ടെയ്നർ കൈകാര്യം ചെയ്യൽ, പരിശോധന രേഖകളുടെ പരിശോധന തുടങ്ങിയ എല്ലാ നടപടികളും എക്സിം സേവനത്തിന്റെ ഭാഗമാണ്. ഇതുവരെ കേരളത്തിലെ പല കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും അവരുടെ ചരക്കുകൾ മറ്റു തുറമുഖങ്ങളിലൂടെ അയക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അതിനാൽ അധിക ഗതാഗത ചെലവും സമയനഷ്ടവും നേരിടേണ്ടി വന്നിരുന്നു. ഇനി വിഴിഞ്ഞം തുറമുഖത്തിലൂടെ തന്നെ ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്നതോടെ പല വ്യാപാര സ്ഥാപനങ്ങൾക്കും വലിയ ആശ്വാസമാകും. ഇതിന്റെ ആദ്യ നേട്ടം സമയം ലാഭിക്കാനാകുമെന്നതാണ്. ചരക്കുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ട്രക്കുകളിൽ കൊണ്ടുപോകേണ്ട ദൂരം കുറയാൻ സാധ്യതയുണ്ട്. അതോടെ ചരക്ക് എത്തുന്ന സമയം കുറയുകയും വ്യാപാര പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാകുകയും ചെയ്യും. രണ്ടാമത്തെ നേട്ടം ഗതാഗത ചെലവ് കുറയാൻ സാധ്യതയുള്ളതാണ്. ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനുള്ള ചെലവിൽ ഗതാഗത ചെലവും പ്രധാന ഘടകമാണ്. ഈ ചെലവ് കുറയുന്ന സാഹചര്യത്തിൽ ചില ഉൽപ്പന്നങ്ങളുടെ അന്തിമ വിലയും ദീർഘകാലത്ത് കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാ സാധനങ്ങളുടെയും വില ഉടൻ കുറയുമെന്ന് പറയാൻ കഴിയില്ല. അത് വിപണിയിലെ മത്സരം, നികുതി, അന്താരാഷ്ട്ര വില, ഇന്ധനവില തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. മൂന്നാമത്തെ നേട്ടം കേരളത്തിലെ കയറ്റുമതിക്കാർക്കാണ്. റബ്ബർ, മസാലകൾ, കശുവണ്ടി, സമുദ്രോൽപ്പന്നങ്ങൾ, കൃഷി ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ വിദേശ വിപണികളിലേക്ക് കൂടുതൽ വേഗത്തിലും സൗകര്യത്തിലും എത്തിക്കാൻ സാധിച്ചാൽ കേരളത്തിലെ ഉൽപ്പാദകർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാം. നാലാമത്തെ നേട്ടം ഇറക്കുമതിക്കാർക്കാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് യന്ത്രങ്ങൾ, വ്യവസായ ഉപകരണങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ നേരിട്ട് കേരളത്തിലേക്ക് എത്തിക്കാൻ കൂടുതൽ സൗകര്യമുണ്ടാകാം. അഞ്ചാമത്തെ നേട്ടം തൊഴിൽ മേഖലയിലാണ്. ഒരു വലിയ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തിക്കുമ്പോൾ ലോജിസ്റ്റിക്സ്, വെയർഹൌസിംഗ്, കണ്ടെയ്നർ കൈകാര്യം, ട്രാൻസ്പോർട്ട്, കസ്റ്റംസ് ക്ലിയറൻസ്, ഷിപ്പിംഗ് ഏജൻസികൾ, സുരക്ഷാ സേവനങ്ങൾ, ഐടി സേവനങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ നേരിട്ടും പരോക്ഷമായും തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആറാമത്തെ നേട്ടം വ്യവസായ നിക്ഷേപമാണ്. വലിയ തുറമുഖത്തിന് സമീപം വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ കമ്പനികൾക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടാകാം. കാരണം ഇറക്കുമതിയും കയറ്റുമതിയും എളുപ്പമാകുമ്പോൾ ഉൽപ്പാദന ചെലവും സമയവും കുറയ്ക്കാൻ സാധിക്കും. ഏഴാമത്തെ നേട്ടം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥക്കാണ്. വ്യാപാരം വർദ്ധിച്ചാൽ സർക്കാർ നികുതി വരുമാനവും അനുബന്ധ സാമ്പത്തിക പ്രവർത്തനങ്ങളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാം. എന്നാൽ ചില കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. വിഴിഞ്ഞം തുറമുഖത്ത് എക്സിം സേവനം ആരംഭിച്ചതിന്റെ പേരിൽ നാളെ മുതൽ എല്ലാ സാധനങ്ങളുടെയും വില കുറയുമെന്ന് പറയുന്നത് ശരിയല്ല. വില കുറയുമോ, എത്രത്തോളം കുറയുമോ എന്നത് വിപണി സാഹചര്യം, ചരക്ക് അളവ്, അന്താരാഷ്ട്ര വ്യാപാരം, ഇന്ധനവില, നികുതി നയം എന്നിവയെ ആശ്രയിച്ചിരിക്കും. അതുപോലെ ഈ സേവനം ആരംഭിച്ചതോടെ എല്ലാ കമ്പനികളും ഉടൻ വിഴിഞ്ഞം തുറമുഖം ഉപയോഗിക്കാൻ തുടങ്ങുമെന്നും ഉറപ്പില്ല. പല കമ്പനികളും ക്രമേണ അവരുടെ ചരക്ക് ഗതാഗതം ഈ തുറമുഖത്തിലേക്ക് മാറ്റാനാണ് സാധ്യത. എങ്കിലും കേരളത്തിന് വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ് ഇത്. ഭാവിയിൽ വിഴിഞ്ഞം ഇന്ത്യയിലെ പ്രധാന അന്താരാഷ്ട്ര വ്യാപാര തുറമുഖങ്ങളിലൊന്നായി വളരാൻ കഴിഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വ്യവസായ വികസനത്തിനും തൊഴിലവസരങ്ങൾക്കും വലിയ ഉണർവ് ലഭിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിഴിഞ്ഞം തുറമുഖത്തിലെ എക്സിം സേവനം കേരളത്തിന്റെ വികസനത്തിന് വലിയ മാറ്റമുണ്ടാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പുതിയ സർക്കാർ പദ്ധതികളും സാമ്പത്തിക വാർത്തകളും കേരളത്തിലെ പ്രധാന വികസനങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനലിനൊപ്പം തുടരുക. നന്ദി.